ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവെക്കില്ലെന്ന നിലപാടിൽ ഗവർണർ മുന്നോട്ടു പോകുകയാണെങ്കിൽ അത് തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നതിന് സമാനമാണെന്ന് കേരള യൂത്ത് ഫ്രണ്ടും സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ. കർഷകരക്ഷ ഉറപ്പാക്കുവാൻ യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട് നടന്ന ഉപവാസ പ്രാർത്ഥനാ യജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാൻ മടിക്കുന്നത് കർഷകരെ സ്നേഹിക്കുന്ന ആരാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും സിറിയക് ചാഴിക്കാടൻ പറഞ്ഞു. കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മനസ്സുമാറി കർഷകരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ടിയാണ് കേരള യൂത്ത് ഫ്രണ്ടും ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ പ്രാർത്ഥനാ യജ്ഞം സംഘടിപ്പിച്ചത്. പരിപാടി സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ കേരള ഗവൺമെന്റ് എടുത്ത വലിയ ഒരു തീരുമാനം, അത് ഐകകണ്ഠേന ഒരു ബില്ല് അത് പാസ്സാക്കി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ നിയമത്തിന് ഗവർണർ ഒപ്പുവെക്കാൻ മടിക്കുന്ന ഒരു വലിയ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ നിന്നല്ല, കർഷകരെ സ്നേഹിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിലേക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനിയും മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് സമാനമാണ് എന്ന് ഇവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 51 സമരഭടന്മാർ രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെ രാജാക്കാട് ടൗണിൽ ഉപവാസ പ്രാർത്ഥനാ യജ്ഞം നടത്തി. പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുത്ത 51 സമരഭടന്മാർക്ക് സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോമോൻ പൊടിപാറയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ കേരള കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷാജി വയലിൽ, സംസ്ഥാന ജില്ലാ നേതാക്കളായ ജോയി കിഴക്കേപ്പറമ്പിൽ, ജെയിംസ് മ്ലാക്കുഴി, വർഗീസ് ആറ്റുപുറം, എച്ച് ഹഫീസ്, ഷിജോ തടത്തിൽ, ആകാശ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം കേരള കോൺഗ്രസും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ പുളിയാങ്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി.